എന്തിനു പറയാതിരിക്കണം? അത് മഹാഭാരതത്തിലുണ്ട്, ഭാഗവതത്തിലുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഹാഭാരത. ഈശ്വര പൂജയും ഹോമമൊക്കെ ഉണ്ടായി, ദാനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അതിനുശേഷം വലിയ കുടി ഉണ്ടാവുന്നതാണ് മഹാപാലം. ആ പാലത്തിന് ശേഷം അഥവാ മധ്യപാലത്തിന് ശേഷം പിന്നീട് 36 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മഹാഭാരത യുദ്ധത്തിലെ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞ് ഇവർ തർക്കം ആരംഭിച്ചു. തമ്മിലെല്ലാം തുടങ്ങി. പറഞ്ഞ് അടിപിടി ബഹളായി. അവസാനം ആയുധങ്ങളൊന്നുമില്ലല്ലോ, തീർത്ഥയാത്രയ്ക്ക് വന്നതാണല്ലോ. അതുകൊണ്ട് ഈ പുല്ലുകൾ പറിച്ചെടുത്തിട്ട് തമ്മിൽ വെട്ടിയും കുത്തിയും മരിച്ചു വീഴാൻ തുടങ്ങി ഓരോരുത്തരും. ആരെയും മത്സരിക്കണമെന്നറിയാമോ? സ്വന്തം അച്ഛൻ മക്കളോട്, മക്കൾ അച്ഛനോട്, അമ്മാവന്മാർ മരുമക്കളോട്, മരുമക്കൾ അമ്മാവന്മാരോട്, ഏട്ടന്മാർ അനിയന്മാരോട്, അനിയന്മാരോട്, ഇങ്ങനെ തമ്മിൽ തന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിച്ചു വീണോണ്ടിരിക്കുകയാണ്. ഇവർക്കിടയിലൂടെ ഓടിച്ചെന്നിട്ട് ബലരാമസ്വാമി പറഞ്ഞു, നിർത്തൂ, ഇത് വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. ആര് കേൾക്കുന്നു? ഒരാളെ കേൾക്കില്ല. പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവുന്ന അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബലരാമസ്വാമി മനസ്സിലാക്കുന്നു ഇത് ഭഗവാൻ നിശ്ചയമാണെന്ന് കരുതി ഭഗവാൻ ഈ ലോകം കൊണ്ടുപോകുന്നു എന്നായി. അതും കൂടി കഴിഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ ആ മനസ്സിൽ കാണും ദ്വാരകയിലെ വലിയ ആ സമുദ്രതീരത്തൂടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ ഇങ്ങനെ മരിച്ചു വീഴുമ്പോൾ ആ കബന്ധങ്ങൾക്കിടയിലൂടെ, അംഗബന്ധം എന്നവർക്കിടയിലൂടെ ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരിയോടുകൂടി നടക്കുന്നതെന്ന് ആലോചിക്കാം. ഒരു ലെവലേശം ദുഃഖം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് ദുഃഖം ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ പറയേണ്ടതൊക്കെ പറയേണ്ട സമയത്ത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നശിക്കാനാണോ ഭാവം? നശിച്ചു കൊള്ളട്ടെ എന്ന് ഭഗവാൻ നിശ്ചയിച്ച പോലെയാണ്. അപ്പൊ നാശം ഏതാണ്ട് സമ്പൂർണ്ണമായി എന്ന് കണ്ടപ്പോ ഭഗവാനിത ഒരു പിപ്പലോപസ്ഥ ആസ്ഥിത, ഒരു അരയാളിന്റെ ചുവട്ടിൽ, ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദാരുവിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകുള്ളൂ, ഞാനും കൂടെ ഇറങ്ങിയ ഈ തേര് അപ്രത്യക്ഷമായി തീരും എന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് കാര്യം പറയൂ, വിയോഗാധി, ഞാനിത് വിട്ടുപോയിരിക്കുന്നുള്ള കാര്യം അവിടെ പോയി പറയൂ. അർജുനനോട് പറയൂ, പറ്റുമെങ്കിൽ ഭാര്യമാരെ ഇന്ദ്രപ്രസ്ഥം ഗമിഷ്യഥ, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോകാൻ പറയൂ എന്നൊക്കെ പറഞ്ഞ് ദാരുവിനെ പറഞ്ഞോളൂ. അദ്ദേഹം വളരെ സങ്കടത്തോടെ ഭഗവാനെ വിട്ടുപിരിഞ്ഞ് ഓടിപ്പോകുന്നു. അതും കൂടി കഴിഞ്ഞ് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം കൃതകൃത്യനായ ഭഗവാൻ, കൃതാർത്ഥനായ ഭഗവാൻ, ഒരു ലെവലേശം പോലും ദുഃഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു ശാപത്തിന്റെ ഭാഗമായിട്ടുള്ള ഇരുമ്പോലക്കയുടെ ഒരു വലിയ കഷ്ണം അതുകൊണ്ടുണ്ടാക്കിയ അമ്പ്. ആ അമ്പ് കൊണ്ട് വേടൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ മൃഗാസ്യാകാരം, മൃഗമാണ് ആസ്യം, മുഖം, മൃഗത്തിന്റെ മുഖമാണെന്ന് കണ്ട്, മാനിന്റെ മുഖമാണെന്ന് കണ്ട് വിവ്യാധ അമ്പയച്ചു. ഈ അമ്പ് കൊണ്ടുവന്നതിന് മനസ്സിലായപ്പോൾ ഓടി വന്നു നോക്കും ഭഗവാന്റെ കാലിലാണ് അമ്പ് പതിച്ചിരിക്കുന്നതെന്ന് കണ്ടു. ആകപ്പാടെ വിഷമത്തോടു കൂടിയിട്ട് പപാത ചരണോപാന്തേ, ഭഗവാന്റെ കാൽക്കൽ പോലെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ ഈ അമ്പ് കൊണ്ടിട്ട് രക്തം വാർന്നൊലിക്കുമ്പോൾ പോലും ഭഗവാന്റെ മുഖത്ത് ആ പുഞ്ചിരി അതേപോലെ ഉണ്ട് നിർത്തും. അതുകൊണ്ടാണ് കവികൾ പറയുന്നത് കാട്ടാള നെയ്ത കണയാൻ, അതായത് കർത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ. അന്ന് കർത്തുറുങ്കിനകത്ത് തലമുറയില്, കംസന്റെ തലമുറയില് അമ്മ കണി കണ്ട അന്ന് കണ്ട അതേ പുഞ്ചിരി കാട്ടാള നെയ്ത കണയാൽ ഈ അമ്പ് കൊണ്ടുവന്ന് പതിച്ചപ്പോൾ പോയി അതേ പുഞ്ചിരിയിലായി. അതുകൊണ്ടാണ് കൃഷ്ണന്റെ മനോഹാരിത. ഏതായാലും പറഞ്ഞു അങ്ങേക്ക് വിടാ സ്വർഗം, എന്തിനു ക്ഷമിക്കണം? ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുന്ന് ഏതായാലും പോകാറായിട്ടുണ്ട്, താൻ അമ്പയച്ചില്ലെങ്കിലും പോകാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നോട് യാതൊരു തരത്തിലുള്ള പ്രയാസമില്ല, തനിക്ക് വിടാ സ്വർഗം എന്ന് പറഞ്ഞ് ആ കാട്ടാള സ്വർഗം കൊടുക്കുന്നു. അതോടുകൂടിയിട്ട് അദ്ദേഹത്തിന്റെ കഥ കഴിഞ്ഞു. ബ്രഹ്മാതി ദേവന്മാരൊക്കെ വന്ന് നിൽക്കുകയാണ് ഭഗവാൻ എങ്ങനെയായിരിക്കും പോകുന്നത് എന്ന് കാണാൻ വേണ്ടി. പക്ഷെ അവർക്ക് ആർക്കും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഭഗവാനെ കണ്ടോണ്ട് കാണാൻ കഴിഞ്ഞില്ല. ഏതുപോലെ